എത്രയായി? ഇത് വെച്ചോ. എന്താണ് ആളെ പഠിപ്പിച്ചു? സോറി, ഞാൻ എന്ത് ചെയ്തു? ക്ഷമിക്കണം സാർ. എന്താ കാര്യം? 5 അടി 5 ഇഞ്ച് ഉയരം, നല്ല ചുവന്ന കണ്ണുകൾ, കരിവീട്ടി കടഞ്ഞതുപോലുള്ള ബോഡി, ആരെയും മയക്കുന്ന സ്വീറ്റ് സ്മൈൽ, താടിയും മുടിയും നരച്ച ഒരു ഉഗ്രൻ കത്തിവേഷം. ഇത്രയൊക്കെ പോരെ സാർ ഒരു തൊട്ടിക്ക്? തൊട്ടിയോ? തൊട്ടിയല്ല, തോട്ടപ്പണി. തോട്ടിയായാലും തോട്ടപ്പണി ആയാലും കാര്യം പറടോ. പറയാ മാരിച്ചാമി, നമ്മൾ അയ്യാവിടെ മനസ്സ് ബോംബെ മിഠായി പോലെ അലിഞ്ചു പോച്ചടാ. വാങ്ങടാ വാങ്ങ. പാണ്ടിയാണല്ലേ? പാണ്ഡ്യല്ല സാർ, തമിഴനാ. ആമാ, ഇക്കാലത്തൊരു തമിഴിനെയൊക്കെ വിശ്വസിക്കാമെന്ന് വെച്ചാ? തമിഴനെ വിശ്വസിക്കണ്ട, മലയാളിയും സൽസ്വഭാവിയുമായ എന്നെ വിശ്വസിക്കാമല്ലോ. തന്നെയാണ് എനിക്ക് തീരെ വിശ്വാസമില്ലാത്തത്. പക്ഷെ ഈ പാണ്ഡ്യയുടെ കാര്യത്തിൽ, അല്ല, ഈ അണ്ണാച്ചിയുടെ കാര്യത്തിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടി തരുന്നു. സാറിന്റെ ഭാര്യയെക്കാളേറെ വിശ്വസിക്കാം. തൽക്കാലം ഇവനെ ഞാൻ പണിക്ക് നിർത്താം. പക്ഷെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അയ്യാ, എന്നാ சொல்ற? കൊഞ്ചം കണ്ടീഷൻകൾ ഇരിക്കരുത്. തോട്ടപ്പണിക്ക് മാത്രമായി എനിക്കൊരാൾ ആവശ്യമില്ല. അത്യാവശ്യം മാർക്കറ്റിൽ പോകണം, ടെലിഫോൺ ബില്ലടയ്ക്കണം, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. എല്ലാത്തിനും കൂടെ മാസം 2000 രൂപ ശമ്പളം തരും. സമ്മതം ഇരിക്കാങ്കളാ? മതി. ചതിയും വഞ്ചനയുമാണ് ഉദ്ദേശമെങ്കിൽ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോ കിട്ടിയ പഴയൊരു തോക്കുണ്ട് വീട്ടിൽ. രണ്ടിനെയും വെടിവെച്ച് കൊല്ലും ഞാൻ. ബി കെയർഫുൾ. എടാ ഭാസ്കര, ഇയാളടുത്ത് പണിക്ക് നിന്നാൽ അതെനിക്കൊരു പണിയാകും. എനിക്കും അങ്ങനെയാ തോന്നണത്.